ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയൊക്കെ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പ് പൊടി വിതറുകയാണെങ്കിൽ അതൊട്ടും പൂത്തു പോകാതെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടിയൊക്കെ തോനെ പൊടിച്ച് വെക്കുന്ന സമയത്ത് അത് കനച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടികൾ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, നമ്മൾ തക്കാളിയൊക്കെ മേടിച്ചിട്ട് തോനെ വെക്കുന്ന സമയത്തിന് അത് കെട്ട് പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് പുറത്ത് വെച്ചാലും ചീത്തയാവില്ല. അപ്പോൾ ഇതേപോലെ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ സ്ഥലമില്ല എങ്കിൽ നമുക്ക് പുറത്ത് വേണേലും സൂക്ഷിക്കാവുന്നതാണ്. ഇത്ര ദിവസം വേണേലും ഇത് കേടാകാതെ ഇരിക്കും. ആ ഞെട്ട് ഭാഗത്ത് വേണം ഉപ്പ് നമുക്ക് തേച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഉള്ളികൾ, അത് ചെറിയ ഉള്ളിയാണേലും വലിയ ഉള്ളിയാണേലും നമ്മൾ ഒരുപാട് മേടിച്ച് വെക്കുന്ന സമയത്ത് ഒരെണ്ണം കെട്ടുപോയാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം അതേപോലെ ചീഞ്ഞു പോകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിഭാഗത്ത് നല്ല കട്ടിയുള്ള പേപ്പർ വേണം ഇട്ട് കൊടുക്കാം. പ്ലാസ്റ്റിക് പേപ്പറൊന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അടുത്ത ടിപ്പിലോട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ റവയൊക്കെ സൂക്ഷിക്കുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് റവയൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ എടുക്കാതെ മാറ്റി വയ്ക്കുമ്പോഴത്തേന് പുഴു കയറി പോകാറുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്തൊരു സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും ആ റവ അതേപോലെ തന്നെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു സ്വല്പം ഉപ്പ് പൊടി മാത്രം മതി. എന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് കുടഞ്ഞ് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ പഞ്ചസാര നമ്മൾ മേടിച്ച് വെക്കുമ്പോഴത്തേന് പഞ്ചസാര അലിഞ്ഞു പോകും അല്ലേ. അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പഞ്ചസാര അടച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കേട്ടോ. പഞ്ചസാര അലിഞ്ഞു പോവുകയോ കട്ട പിടിക്കുകയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഇതേപോലെ മേടിച്ച് വെക്കുന്ന സമയത്ത് കനച്ച് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ കനച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തൊരു സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ എത്ര നാൾ വേണേലും ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും. അത് കനച്ച് പോവുകയൊന്നുമില്ല. അപ്പം ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഒരു സ്വല്പം ഉപ്പ് മാത്രം മതി, അതിനകത്തോട്ട് ഇറങ്ങിക്കോളൂ കേട്ടോ. പതുക്കെ അതിനകത്തോട്ട് അലിഞ്ഞ് അങ്ങ് ഇറങ്ങിക്കോളും. നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കുടംപുളിയൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത്, കുടംപുളിയാണേലും പിഴുപുളിയാണേലും ഒത്തിരി വർഷം തോനെയൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി വർഷം ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇതേപോലെ ഒരു സ്വല്പം ഉപ്പ് പൊടി കുടഞ്ഞിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഒരു സ്വല്പം മാത്രം മതി, എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ വർഷക്കണക്കിന് പുളികൾ ഇരുന്നോളും. ഇപ്പം നമ്മളിതിപ്പോൾ കുറച്ച് മാത്രമുള്ള, ഒരുപാടുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രഷായിട്ടിരുന്നോളും. അതേപോലെ ഉഴുന്ന് പരിപ്പ്, കടല, അതേപോലത്തെ പരിപ്പ് വർഗ്ഗങ്ങൾക്കാണേലും നമ്മൾ അതിനകത്ത് ഉളറ് കയറാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു സ്വല്പം പൊടിയിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുടഞ്ഞ് വെക്കുകയാണെങ്കിൽ ഒട്ടും ചീത്തയാവാതിരുന്നോളും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പ് പൊടി ഇതേപോലെ ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കത്രികയൊക്കെ മുറിച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം കത്രിക എത്ര മൂർച്ചയില്ലാത്ത തുരുമ്പിച്ച കത്രികയാണേലും അത് നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും കേട്ടോ. അതേപോലെ നൈൽ കട്ടർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നൈൽ കട്ടറിന് നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും. അടുത്ത ടിപ്പ്, നമ്മളിത് ഇതേപോലെ റൂമിലും അതേപോലെ തന്നെ ഹാളിലോ ബാത്റൂമിലോ നല്ല ഒരു മണം വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുക. ടിന്ന്, ഐസ്ക്രീമിൻ്റെ ടിന്നോ കുപ്പിയുടെ അടപ്പൊക്കെ എടുത്തിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ കംഫർട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പം നല്ലൊരു മണമാണ്. പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലും വന്നാൽ പോലും നമ്മുടെ വാഷ് ബേസിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ അനുസരിച്ച് നമുക്ക് കംഫർട്ട് ഒഴിച്ചു കൊടുക്കണം. കുപ്പിയുടെ അടപ്പിലൊക്കെ ഇതേപോലെ ഒഴിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മണം കിട്ടും. ബാത്റൂമിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഉണ്ടോ, കുറച്ച് മാത്രം മതി. ഇതിപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് ഞാനിതാണ്ട് വാഷ് ബേസിൻ്റെ ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ കൈ കഴുകുന്ന സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും. കിച്ചണിലാണേലും നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം.
അടുത്ത ടിപ്പിലോട്ട് എടുക്കാം. അപ്പം നമുക്ക് ദണ്ട ഇതേപോലെ ഒരു സ്വല്പം ഉപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ വാഷ് ബേസിൻ നല്ല കറയുള്ള ഭാഗം ടൈലൊക്കെ തേച്ച് എഴുന്നതിന് ഭിത്തി തേച്ച് ഇതേപോലെ കുറച്ച് ബേക്കിംഗ് പൗഡർ, ഉപ്പും വിനാഗിരിയും മാത്രം മതി. ഇതിപ്പം ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട്, പിന്നെ അതുകൊണ്ട് 2-3 അടപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നല്ല സൊല്യൂഷനാണ്. ഒരു സ്വല്പം മതി. ഇതൊരു 3-4 തുള്ളി ഇറ്റിച്ചിട്ട് നമ്മൾ എവിടെ തേക്കുന്ന ആ ഭാഗത്തുള്ള കറയും അഴുക്കും എല്ലാം പോയി കിട്ടും. ഇതിപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വാഷ് ബേസിനൊക്കെ എത്ര കഴുകിയാലും കറ പിടിച്ച് കിടക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴുകിയാൽ കുറേ നാളത്തേക്ക് പെട്ടെന്ന് കറയൊന്നും കയറി പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ഇറ്റിച്ചു കൊടുക്കുക. കുറച്ച് മാത്രം മതി. ആ ടാപ്പിലും അതേപോലെ തന്നെ ഉണ്ടോ ആ വാഷ് ബേസിനൊക്കെ ഒഴിച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഉരച്ച് തേച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ തേക്കുമ്പം തന്നെ അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് നമുക്ക് വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം. കണ്ടോ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ടൈല് കണ്ടോ, ടൈലിൻ്റെ ആ വിടവിലൊക്കെ അഴുക്ക് കയറിയിരിക്കും. പാത്രമൊക്കെ കഴുകുന്ന ആ ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ടൈലും എല്ലാം ക്ലീനായിട്ട് ഇട്ടിട്ടുള്ളൂ. ഇതേപോലെ നമ്മുടെ ഭിത്തിയിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് സ്പോഞ്ച് വെച്ച് തുടച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂം എപ്പോഴും കഴുകേണ്ട കാര്യമില്ല. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കോൾഗേറ്റിൻ്റെ കവർ, ഇതിപ്പോൾ അതാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതില്ല എങ്കിൽ പറയണക്ക് പേസ്റ്റ് എടുക്കാം. ഇതിപ്പം ഞാൻ ഇതിനകത്തോട്ടിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ പേസ്റ്റെല്ലാം നമുക്ക് ഇറങ്ങിക്കിട്ടും. ഇപ്പം നമ്മൾ പേസ്റ്റൊക്കെ കവർ വെറുതെ കളയില്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് തന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. സ്വല്പം മാത്രം മതി. ഇതിപ്പോൾ ക്ലോസറ്റിനകത്തുള്ള കുഴിക്കകത്തുള്ള മഞ്ഞക്കറയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുറത്ത് വേണേലും ഒഴിക്കാം. ഇതിപ്പം ഞാൻ കുഴിക്കകത്ത് നമ്മൾ മഞ്ഞ കറയായിട്ട് ഇരിക്കത്തില്ല അഴുക്ക്, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ്. ഇതിപ്പോൾ ഞാൻ പറയണക്ക് ഇതിപ്പോൾ കവറുള്ളത് കൊണ്ടാണ് പേസ്റ്റിൻ്റെ, അതല്ലെങ്കിൽ കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് പൗഡർ, ഈ 3 സാധനം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേറൊരു ടിന്നിനകത്തോട്ടാക്കാം. എന്നിട്ട് നമ്മൾ ക്ലോസറ്റിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കറ പോയി കിട്ടും. നമ്മൾ തേച്ച് വരച്ച് കഴിയേണ്ട കാര്യമില്ല. ഒന്ന് ഫ്ലഷ് അടിച്ച് കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഞാൻ അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് തന്നെ ഫ്ലഷ് അടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം തന്നെ അതിനകത്തുള്ള ആ കറയെല്ലാം പോകാം. കാരണം ഇങ്ങനെയുള്ള ക്ലോസറ്റിലൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കുഴിക്കകത്തുള്ള ആ കറയൊക്കെ പോകുന്നതിന് പാടായിരിക്കുമല്ലോ ബ്രഷിട്ടൊക്കെ തേച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ കറയൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി പോകും. ഇതിപ്പോൾ എന്താണ് 3ാമത്തെ ഫ്ലഷിന് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല വൃത്തിയായിട്ട് ക്ലോസറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ മഞ്ഞക്കറയൊക്കെ പോയിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറയാം, നമ്മളിതുപോലെ സ്പോഞ്ചൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴൊക്കെ അത് അണുവിമുക്തമാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പരലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ഇതിനകത്ത് ആ സ്പോഞ്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ പിഴിഞ്ഞ് മാറ്റിയിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ നമ്മുടെ തുണിയൊക്കെ കുത്തുന്ന ക്ലിപ്പുണ്ടല്ലോ, ഇതിനകത്തോട്ട് ഇതേപോലെ സ്റ്റാൻഡ് പോലെ ഒന്ന് ആക്കി ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ വെള്ളമെല്ലാം ഊറിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ സ്പോഞ്ച് ഉണങ്ങി കിട്ടും. എന്നിട്ട് ആ വെള്ളം നമുക്ക് ഇതേപോലെ നമ്മുടെ സിങ്കിനകത്ത് ഒഴിക്കുക. അതിനകത്ത് നിന്ന് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങളും പ്രാണികളും എല്ലാം പോയി കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്യുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ മുറിച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ഉപ്പുപൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം ഒന്ന് കഴുകുകയാണെങ്കിൽ, ഒന്ന് തേച്ചൊരച്ച് കഴുകുകയാണെങ്കിൽ ആ കയ്യിൻ്റെ ആ മീനിൻ്റെ സ്മെല്ലെല്ലാം മാറിയിട്ട് എപ്പോഴും നല്ല ഒരു സ്മെല്ല് നമുക്ക് ആ കൈക്ക് കിട്ടും. ആ മീൻ മുറിച്ചെന്നുള്ള ആ ഒരു സ്മെല്ലേ കാണത്തില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ. അത് നല്ലൊരു മണമായിരിക്കും. അടുത്ത ടിപ്പ്, നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ ബാഡ് സ്മെല്ല് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമ്മൾ ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ തിക്കി നിറച്ച് നമ്മൾ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് ഉപ്പ് കൂടെ വല്ലപ്പോഴും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പോയി കിട്ടും.
അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങ തോടിനകത്ത് കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് നമ്മൾ വാടിയ നാരങ്ങ തോടിനകത്ത് ഉപ്പ് പൊടി ഇട്ടിട്ട് ഇതേപോലെ സിങ്കിൻ്റെ ചുറ്റുഭാഗവും തേക്കുകയാണെങ്കിൽ ആ സിങ്കിൻ്റെ ചുറ്റുഭാഗത്തുള്ള മഞ്ഞക്കറയെല്ലാം പോയിട്ട് വൃത്തിയായിട്ട് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ സിങ്ക് നല്ല ക്ലീനായിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് സോപ്പൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ ഉരച്ച് ക്ലീനാക്കി എടുക്കാം. എന്നിട്ട് ആ തോട് ആ സേവിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ ഒന്നും തന്നെ അതിനകത്തുനിന്ന് കയറി വരില്ല. ആ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് കഴുകി ആ തോടതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ കൊച്ചു കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.